എന്റെ 2 വർഷം കൊണ്ടുള്ള 10 കോടിയിൽ നിന്ന് 8.37 കോടിക്കുള്ള പദ്ധതികൾ ഞാൻ അപ്രൂവൽ എടുത്തു കഴിഞ്ഞു. പക്ഷെ ആ അപ്രൂവലിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കേരള സർക്കാരിന്റെ കൺട്രോളിലുള്ള എന്റെ നോഡൽ ഓഫീസർ, എന്റെ പ്ലാനിംഗ് ഓഫീസർ നൽകിയില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയം മാത്രമാണ് നമ്മൾ അതിനകത്ത് കാണേണ്ടത്. എനിക്ക് കൃത്യമായി പദ്ധതികൾ എത്തി. അത് ആ പദ്ധതികൾക്ക് എങ്ങനെ കൊടുക്കാൻ സാധിക്കും, എങ്ങനെ കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കി തന്നതിന്റെ പശ്ചാത്തലത്തിൽ 45 ദിവസത്തിനകം എനിക്ക് തരേണ്ട അപ്രൂവൽ തന്നിരിക്കുന്നത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അജണ്ട എന്താണെന്ന് മനസ്സിലായില്ലേ? ഒരു പത്രത്തെ, ഒരു പ്രധാനപ്പെട്ട പത്രത്തെ എടുത്ത് തന്നെ അവഹേളിക്കണമെന്ന് പറയുന്ന അജണ്ട ജയിച്ച നിമിഷം മുതൽ കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട അജണ്ടയാണ്. ആ അജണ്ട പക്ഷേ എനിക്കെതിരായിരിക്കാം, എന്റെ രാഷ്ട്രീയ കക്ഷിക്കെതിരായിരിക്കാം. പക്ഷേ കടയ്ക്ക് കത്തി വെച്ചിരിക്കുന്നത് നിങ്ങളുടെ തൊള്ളയിലാണ്. ആ കത്തി ഈ അധമ രാഷ്ട്രീയക്കാർ 2 പക്ഷവും ചെയ്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിന് ഞാൻ പറയുന്നത് വിശ്വസിക്കണ്ട, എന്നെ ഖണ്ഡിക്കുന്ന മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കണ്ട. നിങ്ങളുടെ ഒരു കണ്ടെത്തൽ ഉണ്ടാവണം, അതിന് നിങ്ങളുടെ അന്വേഷണം ഉണ്ടാവണം. അപ്പോ രണ്ടല്ല, രാഷ്ട്രീയത്തിന് നിങ്ങളുടെ പക്ഷത്ത് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവാമില്ലായിരിക്കാം. നിങ്ങൾ അതിനോട് ഇഷ്ടം എന്ന് പറയുന്നത് തുടരാം, തുടരാതിരിക്കാം. തുടർന്നാലും ഈ മണ്ണിന് വേണ്ടിയാണ് എന്റെ വോട്ടെന്ന് പറയുന്ന അടിസ്ഥാന തത്വത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചാൽ ഒരു കാലത്തും കേരളം രക്ഷപ്പെടില്ല.